ജനൽ കർട്ടൻ വകഞ്ഞു മാറ്റി അമ്മ കസേരയിലേക്ക് ഒന്ന് അമർന്നിരുന്നു. കണ്ണടയുടെ ചില്ല് നേരിയതിൻ്റെ തുമ്പുകൊണ്ട് ഒന്ന് തുടച്ചു. ശോഭ മെല്ലെ ചുവരിലെ നാഴികമണിയിലേക്ക് ഒന്ന് കണ്ണോടിച്ചു. സമയമായിരിക്കുന്നു. ഉള്ളിൽ തികട്ടി വന്ന ചിരി അവൾ അടക്കി പിടിച്ചു. ഒരു പ്രൊഫഷണൽ കോളേജിൻ്റെ സമീപത്തായിരുന്നു അവരുടെ വീട്. വൈകുന്നേരങ്ങളിൽ ബസ് കാത്തു നിൽക്കാൻ എത്തുന്ന ചാരക്കളർ ഷർട്ടും കറുത്ത പാൻസുമിട്ട ആൺകുട്ടികളും പെൺകുട്ടികളും കൂട്ടമായി നിൽക്കുന്നത് ആ സ്റ്റോപ്പിലായിരുന്നു. ചിലർ എല്ലാവരിൽ നിന്നും മാറി അടുത്തുള്ള കടകളുടെ മറവിലേക്ക് തെന്നിമാറുന്നതും ചില കുസൃതിത്തരങ്ങൾ ഒപ്പിക്കുന്നതും ജനൽ കമ്പുകളിൽ പിടിച്ച് ആകാംക്ഷയോടെ അമ്മ നോക്കിയിരിക്കും. അമ്മയുടെയും ശോഭയുടെയും പരിചിത മുഖങ്ങളായി അവരിൽ ചിലരൊക്കെ മാറിക്കഴിഞ്ഞിരുന്നു. നേരം എത്ര വൈകിയാലും ചില ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വീട്ടിലെത്തണമെന്ന് ഒരു നിർബന്ധവുമില്ലെന്ന് തോന്നുമായിരുന്നു അവരുടെ ഭാവങ്ങളിലും പ്രകടനങ്ങളിലും. ഈ പെൺകുട്ടികൾമാരുടെ ഒരു അഹമ്മതിയെ ചില അരുതാത്ത കാഴ്ചകൾ കാണുമ്പോൾ അമ്മ ആരോടുമില്ലാതെ വല്ലാതെ രോക്ഷം കൊള്ളും. ഇവറ്റോൾക്ക് വീട്ടിൽ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ? ഈ തോന്നിയസം കാണിക്കാനാണോ ഇതുങ്ങളെ വീട്ടുകാർ ഇല്ലാത്ത കാശുണ്ടാക്കി പഠിപ്പിക്കാൻ വിടുന്നത്? അമ്മേ, മക്കളെ പഠിക്കാൻ വിടുന്ന അച്ഛനും അമ്മയും ഇതെന്തെങ്കിലും അറിയുന്നുണ്ടോ? അവരുടെ വിചാരം എൻ്റെ മക്കൾ അങ്ങനെയൊന്നും പോകില്ല, അവരാണ് മറ്റു കുട്ടികളെക്കാൾ ഏറ്റവും ഡീസൻറ്റ് എന്നൊക്കെയല്ലേ? അതെ അതെ, എന്നാലും പറയാതിരിക്കാൻ വയ്യ. നീ ഇങ്ങോട്ട് നോക്കിയേ, ഒരു കാഴ്ച കാണിക്കാം. അമ്മ അവളെ കൈ കാട്ടി വിളിച്ചു. അമ്മയുടെ പിന്നിലായി ചേർന്ന് നിന്ന് പുറത്തേക്ക് നോക്കിയതും വല്ലാത്ത നാണക്കേടാണ് തോന്നിയത്. കറുത്തു മെലിഞ്ഞ ഒരു ഞരന്ത് പയ്യനും അവനേക്കാൾ ചേലുള്ള ഒരു പെൺകുട്ടിയും കടയുടെ പിന്നിലെ ഭിത്തിയിലൂടെ ചേർന്ന് നിൽക്കുന്നു. അവരുടെ കൈവിരലുകൾ എത്ര വേഗത്തിലാണ് അവൻ്റെ നെഞ്ചിലും തോളത്തും മുഖത്തുമൊക്കെ സഞ്ചരിക്കുന്നത്. ശേ, ഈ കുട്ടികൾക്ക് നാണോ മാനോ ഇല്ലേ? ഒരു ന്യൂസ് പേപ്പർ എടുത്താലോ TV ഓണാക്കിയാലോ പീഡനം മാത്രമേ ഉള്ളൂ എവിടെയും കേൾക്കാനും കാണാനും. എന്നിട്ടും സ്വന്തം മാനം നോക്കാതെ വിലക്കെട്ട പ്രവൃത്തികൾ ചെയ്യാൻ ഇവർക്കിപ്പോഴും ഇത്രയും ധൈര്യമോ? വരുന്ന ബസ്സുകളൊന്നും ആരും ശ്രദ്ധിക്കുന്ന മട്ടേയില്ല. ആർക്കും വീട്ടിലെത്തണമെന്ന ഒരു നിർബന്ധവുമില്ലാത്ത പോലെയുണ്ട്. കയ്യിലൊരു മൊബൈൽ ഫോൺ ഉള്ളപ്പോൾ കള്ളങ്ങൾ പറയാൻ പെടാപ്പാട് പെടുകയും വേണ്ടല്ലോ. ഇവിടെ ഒരെണ്ണം വളർന്നു വരുന്നുണ്ട്. ഇപ്പോഴൊരു കണ്ണുള്ളത് നല്ലതാ കേട്ടോ. അമ്മ ഒരു മുന്നറിയിപ്പ് പോലെ മുരടനയ്ക്ക് മുറിയിലേക്ക് പോയി. അല്ല, എത്ര കണ്ണിലെണ്ണ ഒഴിച്ച് നോക്കിയാലും പോകാനുള്ളത് പോകും. എങ്കിലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. നെഞ്ചിലേക്ക് തീ കോരിയിടുന്ന പോലെയുള്ള അമ്മയുടെ വാക്കുകൾ കേട്ട് അവളുടെ മാതൃഹൃദയം ഒന്ന് പിടച്ചു. +2 പഠിക്കുന്ന മകൾ ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ അമ്മ പറഞ്ഞതുപോലെ കാലം വല്ലാത്തതാണ്. നിരസിച്ചാൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന പ്രണയമാണ് ഇന്നത്തെ യുവതലമുറയുടേത്. എത്ര അടുക്കി പിടിച്ചാലും തട്ടിപ്പറിച്ചുകൊണ്ട് ഓടുന്ന കാട്ടാള കൂട്ടങ്ങൾ. സമാധാനമില്ലാത്ത ജീവിതമായിരിക്കുന്നു ഇന്ന് പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക്. ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണിനെ കേടുപാടുകൾ കൂടാതെ വളർത്തിക്കൊണ്ടുവരാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. എങ്കിലും ഒരു പെണ്ണില്ലാത്ത വീട് വീടേ അല്ല. ശോഭ പുറത്തേക്കൊന്ന് പാളി നോക്കി. 2 യുവ മിഥുനങ്ങളെ പോലെ അവർ രണ്ടുപേരും കൈകൾ കോർത്തു നിൽക്കുന്നു. ഓരോന്നും കാണുമ്പോൾ പിന്നെ മോളുടെ മുഖമാണ് ഉള്ളിൽ തെളിഞ്ഞു വരുന്നത്. ആ പെൺകുട്ടികളെ ഒക്കെയും സ്വന്തം മകളുടെ സ്ഥാനത്ത് സങ്കല്പിച്ചു പോകും. പെൺമക്കളുള്ള ഏതൊരമ്മയുടെയും സ്ഥിതി ഇങ്ങനെയൊക്കെ തന്നെ ആവും. ശോഭ അസ്വസ്ഥതയോടെ ജനൽപ്പാളി വലിയൊരു ശബ്ദത്തോടെ വലിച്ചടച്ചു. അമ്മയുടെ വാക്കുകൾ നെഞ്ചിലിരുന്ന് ഞെരുങ്ങുന്നു. അമ്മ അല്ലെങ്കിലും പണ്ടേ അങ്ങനെയാണ്. ആരുടെയും മുഖവും സാഹചര്യവും നോക്കാതെ സംസാരിച്ചു കളയും. എന്തായാലും ഫോൺ എടുത്തു. ഒന്ന് വിളിച്ചു നോക്കാം. സ്കൂൾ സമയങ്ങളിൽ മകൾ ഫോൺ ഓഫാക്കി വയ്ക്കും. ഒറ്റയ്ക്കുള്ള യാത്രയിൽ പെൺകുട്ടികൾക്ക് കയ്യിലൊരു മൊബൈൽ ഫോൺ ആവശ്യമാണെന്ന് സേതുവേട്ടനും എപ്പോഴും പറയും. അതുകൊണ്ട് മാത്രമാണ് ഫോൺ എടുത്തു കൊടുത്തത്. മോൾ വരുന്ന നേരമാകുന്നേ ഉള്ളൂ. എങ്കിലും ഒരു പെടപെടപ്പ്. ഹലോ അമ്മ, ഞാൻ എത്തിക്കൊണ്ടിരിക്കുവാ. ഇന്നെന്താ പതിവില്ലാതെ? വെറുതെ വിളിച്ചതാ മോളെ. പുറത്ത് ഒരു മഴക്കാർ പോലെ. കുട എടുത്തിട്ടുണ്ടോ നീ? മറുപടിക്ക് കാത്തു നിൽക്കാതെ ശോഭ പെട്ടെന്ന് ഫോൺ കട്ടാക്കി. ആശ്വാസം, അവൾ സേഫാണ്. വെളിയിൽ അപ്പോഴേക്കും ആരവങ്ങൾ ഏതാണ്ട് നിലച്ചിരുന്നു. എല്ലാവരും പോയി കാണും. മകളോട് ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചാൽ അവളൊരു നീണ്ട ക്ലാസ് എടുത്ത് വായടപ്പിക്കും. അമ്മേ, ഇന്നത്തെ കാലത്ത് ഇതൊന്നും അത്ര വലിയ പാതകമൊന്നുമല്ല. ഒന്നിച്ച് പഠിക്കുന്ന ഒരാണും പെണ്ണും ഒന്ന് മിണ്ടിയാലോ തൊട്ടാലോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവരെല്ലാവരും പ്രേമത്തിലുമല്ല. നല്ല ഫ്രണ്ട്ലി ആകുന്നതിൽ എന്താ കുഴപ്പം? പെട്ടെന്നൊരാവശ്യമോ അപകടമോ സംഭവിച്ചാലും ആദ്യം ഓടിയെത്തുന്നതും അവരാണ്, അറിയാമോ? നിങ്ങൾ രണ്ടുപേരും പഴയ തലമുറയെ സ്നേഹിക്കുന്നവരായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ പിടിക്കാതെ വരുന്നത്. അവളുടെ ഇളം പ്രായത്തിൽ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ വെറും നിസ്സാരം മാത്രം. പക്ഷെ അമ്മയെപ്പോലുള്ളവർക്ക് അത്ര പെട്ടെന്നൊന്നും ദഹിക്കില്ല. അതിൻ്റെ ദേഷ്യം മുഴുവൻ തീർക്കുന്നത് തൻ്റെ നേർക്കും. എന്ത് ചെയ്യാനാണ്? അമ്മ പോയി കിടന്നോ ആവോ? അവൾ അടുക്കളയിലേക്ക് നടന്നു. മോൾക്കിഷ്ടമുള്ളത് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാം. ശർക്കരയും നാളികേരവും ചേർത്ത് വാഴയിലയിൽ ചുട്ടെടുക്കുന്ന അട വലിയ ഇഷ്ടമാണ് അവൾക്ക്. ഷുഗർ ഉണ്ടെങ്കിലും അമ്മയ്ക്കും അത് ഏറെ പ്രിയം തന്നെ.
ഇന്നെന്തോ സേതുവേട്ടൻ്റെ വിളിയും കണ്ടില്ല. തിരക്കായിരിക്കും. നീ പറയുന്നത് പോലെ ഞങ്ങൾ എപ്പോഴും ഫോൺ കയ്യിൽ പിടിച്ചിരിക്കുവാണോ? തൻ്റെ പരിഭവത്തിനുള്ള മറുപടി അതാണ്. മിലിറ്ററിയിലുള്ള മറ്റുള്ളവർക്കും ഭാര്യയും കുടുംബവുമൊക്കെ ഉള്ളത് തന്നെയല്ലേ, അല്ലാതെ സേതുവേട്ടൻ മാത്രമല്ലല്ലോ കല്യാണം കഴിച്ച ആൾ എന്ന് മറുചോദ്യം കേൾക്കുമ്പോൾ, എങ്കിൽ ഞാൻ ജോലി കളഞ്ഞിട്ട് നിന്റെ അടുക്കൽ വന്നിരിക്കാം എന്ന് കപട ഗൗരവത്തോടെ പറയുന്ന ആളിൻ്റെ മുഖം മനസ്സിലപ്പോൾ സങ്കല്പിക്കും. ഒരു പട്ടാളക്കാരൻ്റെ ആലോചന വന്നപ്പോൾ ലേശം പേടിയുണ്ടായിരുന്നു. അനിയത്തിയാകട്ടെ തന്നെ ഒന്ന് ഉണർത്താൻ ചെറിയ പൊടിക്കൈകളൊക്കെ പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ചേച്ചി, മനുഷ്യനായാൽ കുറച്ചൊക്കെ രാജ്യസ്നേഹം വേണം. എനിക്കായിരുന്നു ഈ ആലോചന വന്നിരുന്നതെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയി കിട്ടിയാനെ, അറിയുമോ? കൂടുതൽ ഒന്നും പറയാൻ സമ്മതിക്കാതെ അമ്മ അവളെ വഴക്കു പറഞ്ഞു ഓടിച്ചു. മുലകുടി മാറാത്ത പെണ്ണാണ്, അവൾ കല്യാണം കഴിക്കാൻ വന്നിരിക്കുന്നു. ചിരി അടക്കി പിടിച്ചു. കല്യാണം കഴിഞ്ഞ് സേതുവേട്ടൻ അവധിയും കഴിഞ്ഞ് തിരിച്ചു പോയതോടെ വല്ലാത്ത ശൂന്യതയായിരുന്നു. ഭാര്യയെ കൂടെ കൊണ്ടുപോകാൻ പറ്റാത്ത പ്രയാസം ആളിൻ്റെ മുഖത്തുനിന്ന് അമ്മ എങ്ങനെയോ വായിച്ചെടുത്തു. എടാ, നീ എന്തിനാ എന്നെ നോക്കുന്നേ? താലി കിട്ടിയ പെണ്ണ് ഭർത്താവിൻ്റെ കൂടെയാണ് കഴിയേണ്ടത്. അവളെ കൊണ്ടുപോകുന്നതിന് എനിക്കൊരു വിരോധവും ഇല്ല. പോരെങ്കിൽ പുതുപ്പെണ്ണും, അവൾക്ക് മോഹം കാണില്ലേ നിൻ്റെ ഒപ്പം ജീവിക്കണമെന്ന്? പക്ഷേ എനിക്ക് വിരോധമുണ്ട്. സേതുവേട്ടൻ വളരെ കടുപ്പത്തിൽ തന്നെയാണത് പറഞ്ഞത്. അത് കേട്ട് ഞെട്ടിപ്പോയത് താനാണ്. പ്രായമായ അമ്മയെ ഒറ്റയ്ക്കാക്കി സുഖിക്കാൻ പോകുന്ന മക്കളുണ്ടാവും. പക്ഷെ ഞാൻ അത്രക്കാരനല്ല. അമ്മയെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് അവിടെ ഞങ്ങളെങ്ങനെ സമാധാനത്തോടെ കഴിയും? തൽക്കാലം ഇങ്ങനെയൊക്കെ പോകട്ടെ. എന്താടോ, തനിക്ക് വല്ല വിരോധവും ഉണ്ടോ? ചോദ്യം തന്നോടായിരുന്നു. പക്ഷെ മുഖത്ത് ആവുന്നത്ര പ്രസന്നത വരുത്തി ഒന്നും മിണ്ടാതെ നിന്നു. എല്ലാ പെൺകുട്ടികൾക്കും വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഭർത്താവ് എവിടെയായിരിക്കുന്നുവോ അവിടെ കഴിയാനാകും ഇഷ്ടം. പക്ഷെ അദ്ദേഹം തൻ്റെ ഭർത്താവ് മാത്രമല്ലല്ലോ, ഒരു മകൻ കൂടിയാണ്. മകൻ്റെ വാക്കുകൾ കേട്ട് അമ്മയുടെ കണ്ണുകൾ നിറയുന്നത് നിറഞ്ഞ കണ്ണിലൂടെ അവളും കണ്ടു. അന്ന് പക്ഷേ സേതുവേട്ടനോട് ബഹുമാനമാണ് തോന്നിയത്. വിവാഹം കഴിച്ചുവെന്ന കാരണത്താൽ ഉപേക്ഷിക്കപ്പെടേണ്ട ഒരു ബന്ധമല്ലല്ലോ അമ്മയും മകനും എന്നത്. നാളെ തൻ്റെ അമ്മയ്ക്കും ഇതേപോലെ ഒരു അവസ്ഥ വരില്ലെന്നുണ്ടോ? അമ്മയും മരുമകളായിട്ടല്ല, മകളായിട്ട് തന്നെയാണ് അവർ അവളെ കണ്ടത്. വർഷം 1 കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി കൂടി ആയതോടെ സ്വർഗതുല്യമായി അവരുടെ ജീവിതം. എല്ലാ വർഷവും മുടങ്ങാതെ എത്താറുണ്ട് സേതുവേട്ടൻ. വന്നു കഴിഞ്ഞാൽ പിന്നെ വീട് ആകെ ഒരു ബഹളമാണ്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ പണികൾ വീടിനുള്ളിലും പുറത്തും ചെയ്തുകൊണ്ടിരിക്കും. വൈകുന്നേരങ്ങളിൽ കുളി കഴിഞ്ഞ് 2 പേരും അടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് നടന്നു പോകും. ആ യാത്ര അവൾക്ക് വലിയ ഇഷ്ടമാണ്. ഒരുപാട് സംസാരിക്കാൻ നേരം കിട്ടുന്നതും അപ്പോഴാണ്. ചിലപ്പോൾ തിരികെ വരുമ്പോൾ അമ്പലമുറ്റത്തെ ആലിൻ ചുവട്ടിൽ ഒരല്പനേരം മുട്ടിയൊരുമിയിരിക്കും. പരിചയക്കാർ പലരും വിശേഷങ്ങൾ തിരക്കാൻ അടുത്തു വരും. അപ്പോൾ സേതുവേട്ടൻ എപ്പോഴും ഇതുപോലെ തൻ്റെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആശിച്ചു പോകുന്ന നേരങ്ങളാണ് അതൊക്കെ. ആൾ അവധി കഴിഞ്ഞു പോകുമ്പോൾ ഹൃദയം ശൂന്യമായി പോകുന്നത് പോലെയാണ്. ഉള്ളിൽ ഒരു വലിയ മുറിവ് വെങ്ങിപ്പഴുക്കുന്ന പോലൊരു വേദനയാണ്. ഒന്ന് വന്നിരുന്നെങ്കിൽ ഒറ്റയ്ക്കിങ്ങനെ തീ തിന്നുണ്ടായിരുന്നു. ശോഭേ, നീ ഇവിടെയെങ്ങും ഇല്ലേ? വെള്ളം തിളച്ചു മറിയുന്നത് നീ കണ്ടില്ലേ? അമ്മ എഴുന്നേറ്റോ? ഓരോ ഓർമ്മകൾ വന്ന് കൂട്ടുവിളിച്ചപ്പോൾ കുറച്ചു നേരം അവരുടെ കൂടെ അങ്ങ് കൂടിപ്പോയി. നീ ആ അട ഒരെണ്ണം ഇങ്ങോട്ട് എടുക്ക്. അമ്മയ്ക്ക് ഈ ഇടയായിട്ട് മധുരത്തിനോട് കുറച്ച് ഇഷ്ടം കൂടുതലാണ് കേട്ടോ. സേതുവേട്ടൻ വിളിക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട്. ഒരു കള്ളച്ചിരി ചിരിച്ച് അമ്മ പ്ലേറ്റിൽ ചൂട് അടയുമായി സ്വീകരണ മുറിയിലേക്ക് പോയി. ക്ലോക്കിൽ 4:30 മണി ശബ്ദം. മോളിപ്പോൾ എത്തും. വാതിൽ തുറന്നിട്ട് ചൂട് ചായ അമ്മയ്ക്ക് പകർന്നു കൊടുത്തു. മകൾ വന്നു കയറിയത് ആ നേരത്തായിരുന്നു. പക്ഷെ പതിവ് കുശലം പറച്ചിലുകൾ ഒന്നുമില്ലാതെ അവൾ മുറിക്കുള്ളിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ ഒരു വല്ലായ്മ പോലെ. മുത്തശ്ശിക്കുഞ്ഞെ എന്നൊക്കെ വിളിച്ച് കുറച്ചു നേരം അമ്മയുടെ ചുളിഞ്ഞ കവളുകൾ പിടിച്ച് വലിക്കുകയും ബസ്സിലെ ആൻറ്റിയുടെ നീണ്ട ചുരുണ്ട മുടിയുടെ ഭംഗിയെക്കുറിച്ച് വർണ്ണിക്കുകയും ഇന്ന് ക്ലാസ് ടീച്ചർ ഉടുത്ത സാരിയെക്കുറിച്ചുമൊക്കെ വാതോരാതെ വായിട്ടലയ്ക്കുന്നവളാണ്. അമ്മ ശോഭയെ തറച്ചൊന്ന് നോക്കി. അവൾ ഒരു പതർച്ചയോടെ മകൾക്ക് പിന്നാലെ ചെന്നു. മുറിയിൽ യൂണിഫോം പോലും മാറാതെ കട്ടിലിൽ കമഴ്ന്നു കിടക്കുന്ന ലച്ചുവിനെ കണ്ടതും ഉള്ളിൽ ഒരാന്തൽ. എന്തു പറ്റി മോളെ? സുഖമില്ലേ? വയറ് വേദനിക്കുന്നുണ്ടോ? അവൾ ഒന്നും മിണ്ടിയില്ല. ചോദിച്ചതുപോലും കേട്ടെന്ന് തോന്നിയില്ല. അടുത്തിരുന്ന് അവളുടെ തലമുടിയിൽ മെല്ലെ തലോടി. അമ്മ പ്ലീസ് ലീവ് മീ അലോൺ. ഞാൻ കുറച്ചു നേരം ഒന്ന് കിടന്നോട്ടെ. അവൾ ഞെട്ടിയെഴുന്നേറ്റ് പിറകോട്ട് മാറി. തിരിഞ്ഞു നടക്കുമ്പോൾ അമ്മ വാതിൽക്കൽ. ലച്ചു പറഞ്ഞത് അമ്മ കേട്ടുവെന്ന് മുഖം കണ്ടപ്പോൾ തോന്നി. 2 പേരും ഒന്നും മിണ്ടാതെ അവിടെയും ഇവിടെയും ചാരിയിരുന്നു. ഒരുപാട് നേരം കഴിഞ്ഞ് ബാത്റൂമിൽ വെള്ളം വീഴുന്ന ഒച്ച കേട്ടപ്പോൾ ശോഭ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു. മകൾക്കിഷ്ടമുള്ള അടയും ഓർലിക്സ് ഇട്ട ചൂട് പാലും എടുത്തു വെച്ചു. ഡൈനിങ് ടേബിളിനരികിൽ മുഖം കുനിച്ചിരിക്കുന്ന ലച്ചുവിൻ്റെ മൗനം അവളെ വല്ലാതെ ആശങ്കപ്പെടുത്തി. എന്താ എൻ്റെ ലച്ചൂട്ടിക്ക് പറ്റിയത്? വയറുവേദനയോ മറ്റോ ഉണ്ടോ? അത് സ്കൂളിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് വഴക്കിട്ടോ? അവൾക്ക് പീരീഡ്സ് ആണെങ്കിൽ പിന്നെ ആരോടും മിണ്ടുന്നത് പോലും ഇഷ്ടമല്ല. അമ്മമ്മ കൊച്ചുമോളെ പുന്നരിക്കാൻ അടുത്തുകൂടി.
ചായക്കപ്പിൽ നഖം കോരിയിരുന്നതല്ലാതെ ഒരക്ഷരം പോലും അവൾ മിണ്ടാൻ കൂട്ടാക്കിയില്ല. കണ്ണിൽ നിന്നും കുടുകുടാന്ന കണ്ണുനീർ മാത്രം ഒഴുകിയിറങ്ങി. അമ്മയോട് ഇതുവരെ ഒന്നും മറച്ചു വെച്ചിട്ടില്ല. പറഞ്ഞാൽ അമ്മ എന്ത് കരുതും? അമ്മമ്മ വഴക്ക് പറയില്ലേ? ലച്ചുവിൻ്റെ മനസ്സിലൂടെ 1000 ചിന്തകൾ കടന്നുപോയി. കുഞ്ഞെ, ആരെങ്കിലും നിന്നോട് പ്രേമമാണെന്ന് വല്ലതും പറഞ്ഞോ? അമ്മമ്മയുടെ ചോദ്യം കേട്ട് ഇത്തവണ ലച്ചുവും ശോഭയും ഒരുപോലെ അമ്പരന്നു. ഈ അമ്മ ഇതെന്തൊക്കെയാണ് മോളോട് ചോദിക്കുന്നത്? ശോഭയ്ക്ക് ഈർഷ്യ തോന്നി. പക്ഷേ പെട്ടെന്ന് അവരെ ഞെട്ടിച്ചുകൊണ്ട് ലച്ചു ഉറക്കി ഉറക്കി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഒന്നും പിടികിട്ടാതെ അമ്മയെ നോക്കി ശോഭ മിഴിച്ചിരുന്നു. അതെ, നിങ്ങൾ എന്താ വിചാരിച്ചത് എന്നെക്കുറിച്ച്? ഞാൻ സാധാരണ നാട്ടിൻപുറത്തെ പീക്കിരി പെണ്ണാണെന്നോ? ഞാൻ ആരാണെന്നതേ ഇപ്പോൾ കാണിച്ചു തരാം. എന്നിട്ട് കൈക്കുള്ളിൽ അതുവരെ മറച്ചു പിടിച്ചിരുന്ന ഒരു കൊച്ചു സമ്മാനപ്പൊതി അവരുടെ മുന്നിലേക്ക് നീട്ടിപ്പിടിച്ചു. ദാ, ഇതെന്താണെന്നൊന്ന് നോക്കിയേ. ആകാംക്ഷ അടക്കാനാവാതെ ശോഭ അത് വാങ്ങി തുറന്നു നോക്കി. കൊച്ചു ഗിഫ്റ്റ് പൊതിക്കുള്ളിൽ ഒരു ഗോൾഡ് കോയിൻ. ചോദ്യഭാവത്തിൽ നോക്കിയ അമ്മയോട് അവൾ ആവേശത്തോടെയാണ് പറഞ്ഞത്, സ്കൂളിലെ ബെസ്റ്റ് സ്റ്റുഡൻറ്റിനുള്ള സമ്മാനമാണത്, അറിയുമോ? ഹോ, രണ്ടുപേരും അപ്പോഴാണ് ഒന്ന് ദീർഘനിശ്വാസം വിട്ടത്. കള്ളി, എന്നിട്ട് ഇത്രയും നേരം നീ ഞങ്ങളായിട്ട് തീ തീറ്റിക്കുവല്ലേ ചെയ്തത്? അതെ, ഈ അമ്മ ഇന്ന് പതിവില്ലാതെ എന്നെ ഫോൺ വിളിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഒരു പണി കൊടുക്കണമെന്ന്. പോരെങ്കിൽ ഈ കുശുമ്പി മുത്തശ്ശി എന്നെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്ത് എരിക്കേറ്റിയിട്ടുണ്ടെന്നും എനിക്കറിയാം. എന്തായാലും രണ്ടുപേരും പോയി മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് വാ, ചമ്മലൊക്കെ മാറട്ടെ. പൊട്ടിച്ചിരിക്കുന്ന മകളെ ചേർത്ത് പിടിച്ച് ഒരനുമോദനം പോലെ ആ കവിളുകളിൽ മുത്തം കൊടുത്തപ്പോൾ അവൾ നിറഞ്ഞ കണ്ണുകൾ മകൾ കാണാതെ തുടച്ചു കളഞ്ഞു. ഏതൊരമ്മയും കൊതിക്കുന്ന ഒരു നിമിഷം. മകൾക്ക് വേണ്ടി ഈ നേരം അത്രയും തപിച്ചുകൊണ്ടിരുന്ന 2 മാതൃഹൃദയങ്ങളിൽ പനിനീര് പെയ്തതുപോലെ. സന്തോഷം നിറഞ്ഞ ആ നിമിഷത്തിൽ ശോഭയുടെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. അവൾ അടക്കാനാവാത്ത സന്തോഷത്തോടെ ഫോൺ എടുത്തു. സേതുവേട്ടൻ. ഹലോ ഏട്ടാ, ഇന്നൊരു വിശേഷമുണ്ട് കേട്ടോ. അവൾ ആവേശത്തോടെ ഫോണിൽ സംസാരിക്കുന്നത് നോക്കി അമ്മമ്മയും കൊച്ചുമോളും ചിരിയോടെ നിന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.